മറ്റൊരു സംഭവം നടന്നത് അത് ഹോർമുസ് കടലിടുക്കിലാണ്. അവിടെ 24 ഇന്ത്യക്കാരുമായി പോയ കപ്പലിന് നേരെ US-ന്റെ ആക്രമണമുണ്ടായി. കപ്പലിൻ്റെ എഞ്ചിൻ റൂം തകർന്നു, തീ പിടിച്ചു. ഒമാൻ തീരത്തുള്ള കപ്പലിൽ നിന്ന് ജീവനക്കാരെ എയർലിഫ്റ്റ് ചെയ്തു അല്പസമയം മുമ്പ്. ആശ്വാസകരമായ കാര്യമാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകണം. അവരുടെ സന്ദേശം ആദ്യം ഒന്ന് കേൾപ്പിക്കാം. സന്ദേശം തുടർന്നാണ് അവിടെ ഇടപെടലുണ്ടായത്. So this is motor tanker Merriwex. We are fire on board. We have fire on board and vessel is sinking. US Navy attacked the missile on our engine room. We have hold the bottom. We have fire on board. Please help. This is motor tanker Merriwex. You can see our last position recorded in our AIS. That is our position. Please help. Please help. We have fire on board. Total all crew Indian. 24 crew. All crew Indian. Please help quickly. Please, we need immediate help. Our lifeboat is also catch fire. We are unable to lower the lifeboat. One lifeboat is missing. That is damaged. Rope is catch fire. We are unable to lower lifeboat. We are unable to lower life craft. All is damaged. All is in fire. Please help. Please help. അജയ് തുടരുന്നുണ്ട്. അജയ്, ഏറ്റവും ഒടുവിലത്തെ ആശ്വാസകരമായ വാർത്ത ഇവർ രക്ഷിച്ചു എന്നുള്ളതാണ്. എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടായത്? ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊന്നും വരുന്നില്ല. CNN വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US-ന്റെ സാങ്ഷനിലുണ്ടായിരുന്ന ഒരു കപ്പലാണ് നിലവിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. MT മാരിവെക്സ് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. പെലോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗുള്ള കപ്പലായിരുന്നു ഇത് അമേരിക്ക ഉപരോധം കൽപ്പിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ കപ്പലുകളിലൊന്നായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ US ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. ഈ കപ്പൽ നിലവിൽ അവർ ഏത് തരത്തിലാണ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരം ഇപ്പോൾ മേഖലയിലുള്ള സുരക്ഷ നിയന്ത്രിക്കുന്ന സെൻട്രൽ കമാൻഡ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. US സെൻട്രൽ കമാൻഡിന്റെ ഒരു ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ തുടരുന്നുണ്ട്. ഇതുപ്രകാരം ഇറാനിയൻ തീരത്തേക്ക് വരാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഇറാനിയൻ തീരത്ത് നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള കപ്പലുകൾക്ക് മേൽ US ഉപരോധമുണ്ടായിരിക്കും. US-ന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഹോർമുസിലൂടെ യാത്ര തുടരാൻ ശ്രമിച്ചാൽ തിരിച്ചടി നൽകുകയും ചെയ്യുകയായിരുന്നു ഇതിന് മുൻപേ ഉള്ള പതിവ്. അപ്പോൾ അത്തരത്തിലാണോ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള വിവരങ്ങളൊന്നും നിലവിൽ വ്യക്തമായിട്ടില്ല. ഈ കപ്പലിൽ നിലവിൽ 24 ഇന്ത്യൻ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 24 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ നമുക്ക് സ്ക്രീനിൽ കാണാനാകുന്നത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവർ നേരത്തെ തന്നെ ഒരു അറിയിപ്പ് ഓഡിയോ സന്ദേശമായിട്ടും അല്ലാതെ വീഡിയോ വഴിയും പുറത്തുവിട്ടിരുന്നു. ഫോർവേഡ് സീമാൻ യൂണിയനാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് ആദ്യം പ്രതികരിക്കുന്നത്. ഫോർവേഡ് ഇന്ത്യൻ സീമാൻ യൂണിയന്റെ ഇന്ത്യൻ അക്കൗണ്ട്, അവരുടെ ട്വിറ്റർ അക്കൗണ്ട് വഴി ഇതിൻ്റെ ദൃശ്യങ്ങൾ, ഈ കപ്പൽ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും എൻജിൻ റൂമിൽ തീ പടർന്നതിൻ്റെ ദൃശ്യങ്ങളും ആദ്യം പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇടപെടൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. തുറമുഖ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഒപേഷ് കുമാർ ശർമ്മ, അദ്ദേഹം ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായിട്ട് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രകാരം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതാണ്, വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടു. ഒറ്റ ഒടുവിൽ 24 ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.